നീക്ക് നിലാവക്ക് എന്മേൽ എന്നടി കൊമ്പം. ധനുഷിന്റെ മൂന്നാമത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ. അതേപോലെ തന്നെ ധനുഷിന്റെ ഒരു വീക്ക് റൈറ്റിംഗ് കൂടിയാണ് ഇവിടെ കണ്ടത്. അനികയുടെ ക്യാരക്ടറായി നിലയും പവിഷിന്റെ ക്യാരക്ടറായി പ്രഭുയുടെ ക്യാരക്ടേഴ്സും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ബ്രീസി റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആണ് നീക്ക്. ടു ബി ഫ്രാങ്ക്, ഈ സിനിമ ആ ഒരു ജോണറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സ്റ്റോറി മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നമ്മളെ പിടിച്ചിരുത്തും, അതിനുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫും അതിലും കുറച്ച് എൻഗേജിങ് ആയ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കുറച്ച് മൊമെന്റ്സ്, ഈ കുറച്ച് സീക്വൻസ് മാത്രം പോരാ ഒരു റോം കോമിനെ സേവ് ചെയ്യാനായിട്ട്. സോ ഇതിന്റെ വീക്കസ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ വീക്ക് ഫാക്ടറാണ് അനിക സുരേന്ദ്രനെ കാസ്റ്റ് ചെയ്തത്. അനിക സുരേന്ദ്രനെ ഒരു ഫീമെയിൽ ലീഡ് ഹീറോയിനായിട്ട് ഒട്ടും തയ്ച്ചില്ല. ഒരു ഹീറോയിൻ ആവാനുള്ള ഒരു മെച്യൂരിറ്റി പോലും ആ ഫേസിൽ കണ്ടിട്ടില്ല. ശരിയാണ്, ധനുഷാണ് വിളിച്ചത്, സോ നോ പറയാൻ പറ്റില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം എല്ലാം ഉണ്ടാവും, അത് നാച്ചുറൽ ആണ്. പക്ഷെ എനിക്ക് തോന്നിയത് പ്രിയ വാര്യറിനെ ആ റോളിൽ കാസ്റ്റ് ചെയ്തതിൽ പിന്നെയും ഒരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടിയേനെന്നാണ്. ഒരു ഇമ്മച്യൂർ റിലേഷൻഷിപ്പ് ഫീലാണ് കിട്ടിയത്. ഓക്കെ, ലുക്ക് എല്ലാം പോട്ടെ, പെർഫോമൻസ് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ, നിലയുടെ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷെ ക്ലൈമാക്സിൽ ഒരു ഇമോഷണൽ സീക്വൻസ് ആണ് അവിടെ കംപ്ലീറ്റ്ലി പോയി. പടത്തിന്റെ മൂഡ് കംപ്ലീറ്റ്ലി കളയും ആ ഒറ്റ ഒരു ഇമോഷണൽ പെർഫോമൻസ്. തിയേറ്റർ മൊത്തം ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സ്, ആ ക്ലൈമാക്സും ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. കോമഡി ട്രീറ്റ്മെന്റും ഡ്രാമയും കുറച്ച് ഫണ്ണൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിലും ഒട്ടും വർക്കൗട്ട് ആയില്ല. ഒരു അവിയൽ പരവത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ മാത്യു തോമസ് ഡബിങ് വലിയ സുഖമില്ലെങ്കിലും ആ ക്യാരക്ടറിനെ ഡീസന്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പവിഷ് നാരായൺ ആദ്യമായിട്ടാണ് ഹീറോ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ട്, അല്ലെങ്കിൽ വളരെ രസമായിട്ട് തന്നെ പ്രഭു എന്ന ക്യാരക്ടറിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയ വാര്യർ കുറച്ചു നേരം ഉള്ളെങ്കിൽ പോലും സ്ക്രീനിൽ ഒരു ഡിലൈറ്റ് ആയിരുന്നു, ഭയങ്കര പ്രിട്ടിയായിരുന്നു, വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. രമ്യ രംഗനാഥൻ സെക്കൻഡ് ഹാഫിലാണ് എൻട്രി, പക്ഷെ ആ ഒരു രസമായിരുന്നു അവരെ സ്ക്രീനിൽ കാണാനായിട്ട് തന്നെ. വെങ്കടേഷ് മേനോനും റബിയ കാട്ടൂനും അവരും ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കമ്മിങ് ബാക്ക് ടു റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ധനുഷ്. ധനുഷിന്റെ ഫിൽം മേക്കിംഗ് സ്റ്റൈൽ ശരിക്കും കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ആ റൈറ്റിംഗിൽ ഒരു ഇമോഷണൽ ഡെപ്ത് കംപ്ലീറ്റ് ഈ സിനിമയിൽ മിസ്സിംഗ് ആയിരുന്നു. അതൊരു വലിയ ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലും കുറെ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതും ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. ഇതൊക്കെയാണ് വേറെ ഒരു വീക്ക് ഫാക്ടേഴ്സ് സിനിമയിൽ. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ടെക്നിക്കലി ഈ സിനിമേനെ സേവ് ചെയ്യാൻ ഇവരൊക്കെ നോക്കുന്നുണ്ട്. വിഷ്വൽസ് അതിഗംഭീരമായിരുന്നു. ലിയോൺ ബ്രെറ്റോ ഭയങ്കര മനോഹരമായ ഫ്രെയിംസും സീൻസ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് നന്നായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ ജി.വി. പ്രകാശ്. ജി.വി. പ്രകാശ് മാക്സിമം സിനിമയെ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സോൾഫുൾ BGM ഒക്കെ യൂസ് ചെയ്തിട്ട് AD പാട്ട്, ഗോൾഡൻ സ്പാരോ പാട്ട്, ഇതൊക്കെ വളരെ നന്നായിരുന്നു. വളരെ ഹമ്മിങ്, വളരെ രസമായിരുന്നു. കളർ ഗ്രേഡിംഗ് ഫൈനസ്റ്റ് ആയിരുന്നു. സോ ബ്രീസി റോം കോം ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ദ മൂവി. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് എനിക്ക് ഇതൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു കംപ്ലീറ്റ്ലി.